പ്രതിപക്ഷം ഒന്നടങ്കം ഞങ്ങള് ഗാന്ധി സ്മൃതിയിലേക്ക് പോവുകയാണ്. സമാധാനമാണ് വേണ്ടത്, ജനാധിപത്യമാണ് വേണ്ടത്, സഹിഷ്ണുതയാണ് വേണ്ടത്. മറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ അടിച്ചമർത്താനും അവരുടെ സമരത്തെ ഇല്ലായ്മ ചെയ്യാനുമുള്ള ഗൂഢതന്ത്രങ്ങളാണ് ലാത്തിയുടെ പിൻബലത്തിൽ, തോക്കിന്റെ പിൻബലത്തിൽ, പോലീസിന്റെ ഇടിവണ്ടിയുടെ പിൻബലത്തിൽ ഈ സമരത്തെ തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ്. ഡൽഹി പോലീസ് കമ്മീഷണർക്ക് ഡൽഹിയിലെ അടിയന്തരാവസ്ഥയാണ്, അടിയന്തരാവസ്ഥ, വെർച്വലി അടിയന്തരാവസ്ഥ. അതായത് ഡൽഹി നഗരത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഗാന്ധി സ്മൃതിയിലേക്കുള്ള യാത്രയാണ്. കിരാതമായിട്ടുള്ള നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്. ഞങ്ങളവിടെ ഈ സമരത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോവുകയാണ്. എംപിമാര്, പ്രതിപക്ഷ നിരയിലെ എംപിമാര് മുഴുവൻ, മാത്രമല്ല ഞങ്ങൾക്ക് കിട്ടുന്ന വിവരപ്രകാരം ഈ സമരത്തെ തച്ച് തകർക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു ഗൂഢതന്ത്രം ആലോചന നടന്നിരിക്കുകയാണ്. ഡൽഹിയിലെ മുഴുവൻ കിരാതമായിട്ടുള്ള നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്. കടകളൊക്കെ അടച്ചിടുകയാണ്. പോലീസ് വാഹനങ്ങൾ, ഡൽഹി നഗരം പോലീസിന്റെ കേന്ദ്രസേനയുടെ പിടിയിലാണ്. വലിയൊരു ടെറർ, ഭീകരത സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇന്റർനെറ്റ് കട്ട് ചെയ്തു, കടകൾ അടച്ചുപൂട്ടുന്നു, പോലീസിന്റെ ഇടിവണ്ടികള് തലങ്ങും വിലങ്ങും പോകുന്നു. അപ്പോൾ ഒരു കാരണവശാലും പാവപ്പെട്ട നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളെ തച്ച് തകർക്കാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കില്ല. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ 30 ജനുവരി മാർഗിലേക്ക് പോവുകയാണ്. മഹാത്മാഗാന്ധിയുടെ ഇടത്തേക്ക് ഞങ്ങൾ പോവുകയാണ്. അനുമതി ലഭിക്കുമോ? പോലീസ് അനുമതി, പോലീസ് ഇപ്പൊ ഡൽഹി ഏറ്റെടുത്തിരിക്കുകയാണ്. പോലീസ് അർദ്ധസേനയും മാർഷൽ ലോ ആണ്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓർഡർ വന്നത് ശ്രദ്ധിച്ചിരുന്നു. അതായത് ലഫ്റ്റനന്റ് ഗവർണർ ഇവിടുത്തെ ഡൽഹി പോലീസ് കമ്മീഷണർക്ക് ഡൽഹിയിലെ അടിയന്തരാവസ്ഥയാണ്, അടിയന്തരാവസ്ഥ, വെർച്വലി അടിയന്തരാവസ്ഥ. അതായത് ഡൽഹി നഗരത്തെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഗാന്ധി സ്മൃതിയിലേക്കുള്ള യാത്രയാണ്. കിരാതമായിട്ടുള്ള നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്തൊക്കെ ആവശ്യങ്ങളാണ് മുൻനിർത്തുന്നത്? പ്രധാനമായി സ്വാഭാവികമായിട്ടും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി, പ്രധാനമന്ത്രി ഈ രാജ്യത്തോട് മാപ്പ് പറയണം. കഴിഞ്ഞ ദിവസം കുഞ്ഞുങ്ങളുടെ നേർക്കുണ്ടായ അതിക്രമങ്ങൾക്ക് ഉത്തരവാദികളെ കണ്ടെടുത്ത് അവരെ ശിക്ഷിക്കണം. യഥാർത്ഥത്തില് എന്റെ അനുഭവത്തില് ഒരു കഴിഞ്ഞ 35-40 വർഷക്കാലത്തിനിടയ്ക്ക് ഇതുപോലുള്ള ഒരു ഭീകരാന്തരീക്ഷം ഡൽഹിയിൽ സൃഷ്ടിക്കപ്പെട്ടില്ല. പ്രതിപക്ഷം ഒന്നടങ്കം ഞങ്ങള് ഗാന്ധി സ്മൃതിയിലേക്ക് പോവുകയാണ്. സമാധാനമാണ് വേണ്ടത്, ജനാധിപത്യമാണ് വേണ്ടത്, സഹിഷ്ണുതയാണ് വേണ്ടത്. മറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ അടിച്ചമർത്താനും അവരുടെ സമരത്തെ ഇല്ലായ്മ ചെയ്യാനുമുള്ള ഗൂഢതന്ത്രങ്ങളാണ് ലാത്തിയുടെ പിൻബലത്തിൽ, തോക്കിന്റെ പിൻബലത്തിൽ, പോലീസിന്റെ ഇടിവണ്ടിയുടെ പിൻബലത്തിൽ ഈ സമരത്തെ തകർക്കാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ്. ഡൽഹി പോലീസ് കമ്മീഷണർക്ക് ഒരു പ്രത്യേക അധികാരം കൊടുത്തിരിക്കുകയാണ് ഒക്ടോബർ 18 വരെ. അതായത് ആര് വേണോ കഴിഞ്ഞ ഏതാനും ദിവസമായിട്ട് ഇത് വല്ല നടക്കുന്നത്. അതായത് നാഷണൽ സെക്യൂരിറ്റി ആക്ട് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഡൽഹി തെരുവിൽ നിന്ന് ആരെ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം. എല്ലാ കടക്കമ്പോളങ്ങളും അടച്ചിരിക്കുന്നു. ഇന്റർനെറ്റ്, പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ചൊക്കെ